കണ്ടോ നീലാകാശത്തെ പുണർന്ന് നമ്മുടെ കാർമേഘം അങ്ങനെ കാടിന്റെ മുകളിൽ വിധാനിച്ച് നിൽക്കുകയാണ്. നല്ല പച്ച പരവതാനി വിരിച്ച കാടല്ലേ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് ശ്രീയാണ് കേട്ടോ. ശ്രീകുട്ടൻ്റെ യൂണിഫോം നമുക്ക് കൈകൊണ്ട് കഴുകിയിട്ടാൽ മാത്രമാണ് നല്ല വൃത്തിക്കും വെടുപ്പിനും പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടുപോകാൻ പാകത്തിന് വെടുപ്പായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി പതുക്കെ നമ്മുടെ അലക്കുകലിൻ്റെയൊക്കെ പുനർ ഉപയോഗം നടത്താമെന്ന് വിചാരിച്ചു. ശ്രീകുട്ടൻ്റെ യൂണിഫോമും അതുപോലെ തന്നെ ഭാഗ്യൻ്റെ വെള്ളമുണ്ടും മാത്രമാണ് ഇതിൽ കഴുകാറുള്ളത്. ബാക്കിയൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് പോകാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഒരേ വൈബ് കിട്ടണമെന്നില്ലല്ലോ. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയില്ലേ. അങ്ങനെ ശരിയാവാത്ത ദിവസത്തിൻ്റെ തുടക്കമായിരുന്നു കാലത്ത് മുതലേ. വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉഷാറാവുന്നു. കാരണം നിങ്ങളാണല്ലോ എൻ്റെ എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് യോഗേർട്ടൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കൽ ശ്രീകുട്ടൻ വന്നു. ശ്രീകുട്ടൻ നോക്ക് എൻ്റെ അത്രയായിരിക്കുന്നു. എൻ്റെ അത്രയായിരിക്കും. ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും എന്ന് പറയില്ലേ. അതുപോലെയാണ് എനിക്ക് യോഗട്ടിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് കേട്ടോ. ഇപ്പൊ പഞ്ചസാര ഒന്നും ഇടാൻ പറ്റില്ല, എന്നാലും ഞാൻ ചെറുതായിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഡയറ്റൊക്കെ നോക്കുന്ന കാരണം കൊണ്ട് ചെറിയൊരു ഡിപ്രഷനിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ച് വല്ലപ്പോഴൊക്കെ ഇച്ചിരി പഞ്ചസാരയൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ ശ്രീകുട്ടൻ്റെ ചോറും പാത്രമൊക്കെ അവൻ തന്നെയാണ് കഴുകി വയ്ക്കാറുള്ളത്. അവൻ കഴുകി വെച്ചിട്ടാണ് പോകാറുള്ളത്. ഞാനതൊന്ന് വാഷ് ചെയ്ത് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ തലേദിവസം വൈകുന്നേരം തന്നെ നാളത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ. നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ കിടക്കുമ്പോൾ തന്നെ ഒരുപാട് വൈകും. ചിലപ്പോൾ 3 മണിയൊക്കെ ആവും പുലർച്ചെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 5 മണിക്ക് എനിക്ക് ചോറും കൂട്ടാനൊക്കെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് തലേദിവസം തന്നെ എല്ലാ പ്രിപ്പറേഷൻസും അല്ലെങ്കിൽ ഒരുവിധം 3/4 കാര്യങ്ങളും ചെയ്തിട്ടാണ് കിടന്നുറങ്ങാന്ന് വേണമെങ്കിൽ പറയാം. നാളത്തേക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട്സ് വരെ നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പപ്പക്കായ നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നാളെ അപ്പാണ് ഉണ്ടാക്കണത് കേട്ടോ. ഞാൻ ചോറ് നോക്കിയപ്പോൾ ചോറ് ഉച്ചത്തോടു കൂടെ കഴിഞ്ഞായിരുന്നു. അല്ലെങ്കിൽ ചോറ് ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു അപ്പത്തിലേക്ക് അടിച്ചെടുക്കാറുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ നാളികേരം നമ്മുടെ സാധാരണ അരിപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കുറച്ച് ഈസ്റ്റും അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇങ്ങനെ വെറുതെ ഇച്ചിരി ചൂടുവെള്ളത്തിൽ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് ശരിയായിട്ട് വന്നു കേട്ടോ. ഇന്ന് കാലത്ത് നമുക്ക് അപ്പമായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്നലത്തെ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അതായത് നമ്മുടെ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു ഈ കട്ടിംഗ് ബോർഡ് ഒന്ന് കഴുകിക്കൂടെ എന്ന് പറഞ്ഞു. ഈ കട്ടിംഗ് ബോർഡ് പുതിയതാണ് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ്. ഒരു വുഡിൻ്റെ കോറൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് വലിയ കട്ടിംഗ് ബോർഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ തൊട്ടപ്പുറത്തെ മരക്കമ്പിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ സെയിം നമ്മൾ ഹോം പ്ലസിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ അതുപോലത്തെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിവിടെ ഉണ്ടാക്കിച്ചതാണ്. ഈ കളർ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടാവുക ഇതൊന്ന് കഴുകിക്കൂടെ എന്ന്. ഇത് കഴുകിയാലും അങ്ങനെ തന്നെയാണ് ഇരിക്കുള്ളൂ. ചിലപ്പോൾ അറിയാത്ത കാരണം കൊണ്ടായിരിക്കും കേട്ടോ. അതിവിടെ പറയേണ്ട ആവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വിശേഷങ്ങളും നിങ്ങളോട് പറയാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിന്ന് നമ്മളിങ്ങനെ അപ്പുറത്തിരിക്കുന്ന ആളോട് പറയില്ലേ, അതുപോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സവാളയും അതുപോലെ ഉരുളക്കിഴങ്ങും വെള്ളക്കറി വയ്ക്കാൻ പോവാണ്. ഇഷ്ടിക്കറി വയ്ക്കില്ലേ, അതിന് പോവാണ് കേട്ടോ നമ്മുടെ ഈ അപ്പത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നാളെ കാലത്തേക്ക് പിന്നെ വേറെ പരിപാടികളൊന്നും നോക്കണ്ട. ഭാഗ്യനും ശ്രീകുട്ടനും ഇത് കഴിച്ചിട്ട് പോവുകയും ചെയ്യാം. എനിക്കാണെങ്കിൽ ചോറും അതുപോലെ തന്നെ മുട്ടക്കറിയും വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ കഴിയും. ഇപ്പോൾ വീട്ടിൽ എൻ്റെ പോലെ ഷൂട്ടൊന്നും ഇല്ലാത്ത അമ്മമാരാണെങ്കിൽ തലേദിവസം തന്നെ വൈകുന്നേരം തന്നെ എല്ലാ പരിപാടികളും തീർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടേതായ സമയം കണ്ടെത്താനായിട്ടുള്ള ഒരു ഉപാധി കൂടി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ചോറ് ഒരു നാഴി ആവശ്യമുള്ളൂ നമുക്ക്, അതിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും പിന്നെ പച്ചമുളകും അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം, നല്ല കട്ടിക്ക് കിട്ടണം, എന്നാലാണ് നമ്മുടെ ഇവിടെ അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ നന്നായിട്ട് പോവുള്ളൂ. പിന്നെ ഇത് നാളികേരം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്നായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇന്ന് മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത്. ഇവിടെ ശ്രീകുട്ടന് ചിക്കൻ കഴിഞ്ഞാൽ ഏറ്റവും ഒരു പക്ഷേ ചിക്കനേക്കാൾ കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും ഇഷ്ടമാണ് നമ്മുടെ മീൻകറി പോലെ മുട്ടക്കറി വെക്കില്ലേ. ഞാൻ ഒരുപാട് വട്ടം ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4-5 മുട്ടയും കണ്ടുണ്ടായിരുന്നു. അത് നമ്മളൊന്ന് കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇരുമ്പമ്പുളി, സവോള, പച്ചമുളക്. ഈ പച്ചമുളക് കാണൽ വളരെ കുറവായിരിക്കും അല്ലേ. നമ്മുടെ മറ്റേ പച്ചമുളക് പൊട്ടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം പോകണം. പിന്നെ നല്ല ഇരുട്ടായി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. വല്ല പാമ്പെങ്ങാനും പിടിച്ച് കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ശ്രീ ചേച്ചിയുടെ വ്ളോഗിലത്തെ ഇത്രയും നാളുള്ള വ്ളോഗല്ലേ കാണാൻ പറ്റുള്ളൂ. എന്നാലും അതൊരു
ഓർമ്മയാല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നെ എന്നും കാണും ഈ വ്ളോഗിലൂടെ. അയ്യോ! നമ്മുടെ പ്രേം നസീറിനും മോഹൻലാലിനെയൊക്കെ കാണുന്ന പോലെ. പറയുമ്പോ തന്നെ എന്താന്നറിയില്ല ദേഹത്തൊരു കുളിര് കോരല്. അപ്പൊ നമ്മള് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. പുളി കൂടുവോന്ന് ചോദിക്കാറുണ്ട് ചിലര്. പുളിയൊന്നും കൂടില്ല. ഇവിടെ നമുക്ക് പുളി ഇത്തിരി ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പൊ നമ്മള് അതിന്റെ ഉള്ളില് സവോള ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആഹ് ഇരുമ്പൻ പുളി ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മള് പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, നമ്മുടെ കാശ്മീരി ചില്ലി, പിന്നെ സാധാരണ മുളക് പൊടി, പിന്നെ ഉപ്പും ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മുടെ പാലുണ്ടല്ലോ നാളികേരം പാല് അതാണ് അതിൽ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് ആവുന്ന രീതിയിൽ ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാന്ന് വെച്ചാൽ ഒന്നിങ്ങനെ നമ്മുടെ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ ആ കഷ്ണങ്ങൾ വരുമ്പോൾ നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ ഇതിലത്തെ പരിപാടി എന്ന് പറയുന്നത്. ഈ കറി ഇനി നമ്മൾ പിറ്റേ ദിവസത്തേക്ക് കുറച്ചെടുത്ത് വെച്ചിട്ട് ചപ്പാത്തിയുടെ ഒപ്പവും കഴിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ മിക്കതും മാനേജ് ചെയ്ത് പോകുന്നത് കാര്യങ്ങൾ. ഇഷ്ടം നമുക്ക് ഒരുപാട് പണിക്ക് ചേട്ടന്മാർ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒരുപാട് ഫുഡ് അങ്ങോട്ട് വേണ്ട. നമ്മളാകെ 3 ആളല്ലേ ഉള്ളൂ. ശ്രീകുട്ടൻ പിന്നെ കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഇതുപോലെ തന്നെ ഒരു ചിക്കൻ വറുത്തതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളുടെ കാര്യം കുശാലാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഗരം മസാല ഇടണമായിരുന്നു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ഗരം മസാല കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗരം മസാല ഇതുപോലെ വലിയ പാക്കറ്റ് മേടിച്ചിട്ട് നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പട്ടയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കറുവപ്പട്ട അതൊക്കെ എന്തൊരു വലിപ്പത്തിലാണ് കിടക്കണേ. വേറെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചില ചേച്ചിമാരിങ്ങനെ പറയണേക്കാം ഇങ്ങനെ നല്ല വലിപ്പത്തിലുള്ളത് കറുവപ്പട്ടയല്ല വേറെ എന്തോ മരത്തിന്റെ സ്കിന്നാന്നൊക്കെ. പക്ഷെ ഇത് ഞാനിങ്ങനെ കടിച്ചു നോക്കിയപ്പോൾ നല്ലൊരു കറുവപ്പട്ടയുടെ ഫ്ലേവർ ഉണ്ടായിരുന്നു. അത് നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് സാധാരണ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇവിടെ നമ്മൾ മിക്ക എല്ലാത്തിലും ഞാൻ മുട്ട പൊരിക്കുമ്പോൾ വരെ ഇത്തിരി ഇങ്ങനെ നമ്മുടെ ഈ എന്താ പറയാടാ ഈ സാധനത്തിന് ഗരം മസാല അതൊന്ന് തൂവി കൊടുക്കാറുണ്ട്. കാരണം ഇത്തിരി ഇഷ്ടമാണ് ഗരം മസാലയുടെ ആ ഫ്ലേവറ്. അപ്പം ഞാൻ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ഓട്സൊക്കെ കുറുക്കുന്ന നേരത്ത് ഇത്തിരി ഗരം മസാലയൊക്കെ ഇട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അതങ്ങോട്ട് മാറ്റിയെടുക്കും. അപ്പോൾ കുറച്ച് ഗരം മസാല നമ്മുടെ കറിയിൽ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി തിളപ്പിച്ചു. അതോടൊപ്പം തന്നെ കടുക് പൊട്ടിച്ച് അതിൽ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് താളിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഇഷ്ടി കറിയുടെ പരിപാടി. ഭയങ്കര സിമ്പിളല്ലേ. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ്. എന്തൊരു കറി വെച്ചാലും അല്ലെങ്കിൽ എന്തൊരു സാധനം കയ്യിൽ കിട്ടിയാലും അത് മണപ്പിച്ച് നോക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എൻ്റെ ഈ ഒരു എന്താ പറയുക ഈ ജ്ഞാനേന്ദ്രിയം ഉണ്ടല്ലോ നമ്മുടെ ഈ മണത്തിൻ്റെ അത് ഭയങ്കര പവർഫുള്ളാന്ന് തോന്നാറുണ്ട് എനിക്ക്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുകയും ചെയ്യും. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കരിയേ അതുപോലെ തന്നെ മണങ്ങൾക്കൊക്കെ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാവുകയെ അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ സ്മെല്ലും എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഭയങ്കര ഓർമ്മയിൽ നിൽക്കും എനിക്ക്. ഈ മണം ഞാൻ എവിടെയോ എന്നുള്ളൊരു തോന്നലില്ലേ അതെനിക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ദേ പുഴുങ്ങിയത് നമ്മൾ തൊണ്ടൊക്കെ പൊളിച്ച് അതിലിട്ട് കൊടുക്കാടാ. അപ്പം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടിപൊളിയായിട്ട് ഈ മുട്ട ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ. നമ്മൾ കുറച്ചും കൂടി നാളികേരം പാല് കട്ടിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ക്രീമി ആയിട്ട് നമ്മുടെ കറി കിട്ടും. പിന്നെ അതിൽ ഉള്ളി കാച്ചുക. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മുട്ടക്കറി. ഇന്നത്തെ എൻ്റെ പരിപാടികൾ നാളത്തേക്കുള്ള എൻ്റെ പരിപാടികൾ വേണമെങ്കിൽ കഴിഞ്ഞെന്ന് പറയാം. അപ്പോൾ അപ്പവും അതുപോലെ തന്നെ നമ്മുടെ ഇസ്റ്റു കറിയും നാളെ കാലത്തേക്ക്. പിന്നെ ഇത്തിരി ചിക്കൻ വറക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു മുട്ടക്കറിയും കാലത്ത് ശ്രീകുട്ടൻ ചോറുണ്ടിട്ടാണ് പോവുക. അപ്പോൾ അപ്പം ഞാൻ അവന് ഉച്ചയ്ക്ക് ലഞ്ചിന് കൊടുത്തു വിടും. കാലത്ത് എന്തെങ്കിലും സ്നാക്കായിട്ട് അൽമണ്ടോ അല്ലെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ്സോ ഒക്കെ കൊടുത്തു വിടാറുണ്ട് കേട്ടോ. ഞാൻ പിള്ളേരെ ഇഷ്ടം കൂടി കണക്കിലാക്കുന്ന ഒരു അമ്മയാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം വല്ലപ്പോഴൊക്കെ അത് കൊടുത്തു വിടും. മിക്ക ദിവസങ്ങളിലും നമ്മുടെ പലഹാരങ്ങളും ചോറും ആയിരിക്കും. അപ്പോൾ തലേദിവസം തന്നെ ശ്രീകുട്ടൻ പറഞ്ഞു വയ്ക്കും അമ്മ ഇന്ന് അത് വെച്ചോളോ ഇത് വെച്ചോളോ. പിന്നെ നമ്മൾ ലുലുവിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കുക്കീസും അതുപോലെ തന്നെ കേക്കും ഇങ്ങനെ നമ്മുടെ പേപ്പറിലൊക്കെ പൊതിഞ്ഞ കേക്കൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ പിന്നെ കാലത്ത് അവൻ ചോറുണ്ടിട്ടല്ലേ പോണത്. മുട്ട കൂട്ടാൻ കൂട്ടി ചോറുണ്ടിട്ടാ പോണത്. അപ്പോഴേക്കും ഒരു 9:30 ആകുമ്പോഴേക്കും അത്ര വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള സ്നാക്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ആൾ 3 മണിയാകുമ്പോഴേക്കും 3 മണിയല്ല 4 മണിയാകുമ്പോഴേക്കും വരും. 3 മണിക്ക് അവിടെ നിന്ന് വിടും. 4 മണിയാകുമ്പോൾ നമ്മുടെ ഇവിടെ എത്തും. അപ്പോൾ അങ്ങനെ വലിയ വിശപ്പിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. കാലത്ത് ദേ ഭാഗ്യൻ ഊരിയിട്ട നമ്മുടെ മുണ്ട് വരെ കട്ടിലിൽ കിടക്കണ്ടെന്ന്.
ഇവിടെ കുറച്ചും കൂടി മെസ്സി ആയിട്ടുള്ള ഒരാള് ഭാഗ്യനാണ് ട്ടോ. പറഞ്ഞാ ചെയ്യും. നമ്മള് പറയണം ആളുടെ അടുത്ത്, "ഏട്ടാ അതങ്ങനെ ചെയ്തോളാം, അങ്ങനെ ചെയ്തോളാം" എന്ന്. അല്ലെങ്കിൽ അത് മറന്നു പോവും ആള്. ആ തിരക്കിന്റെ ഇടയില് പോണതാണ് ട്ടോ. കാരണം കാലത്ത് എണീറ്റിട്ട് കടയിലേക്ക് ഓടാനുള്ള ഒരു വെപ്രാളണ്ടല്ലോ, അതുണ്ടാവും. അപ്പൊ എന്നോട് ഇങ്ങനെ റീലൊക്കെ അയച്ചു തരും. വീടിന്റെ നല്ല ഗുണങ്ങൾ, നല്ല ഭാര്യമാർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണാവോ ആൾക്കൊരു സ്വയം സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണാവോ എന്നറിയില്ല. ഞാനപ്പോ ചോദിക്കാറുണ്ട്, ഈ നമ്മൾക്ക് അയച്ചു തരുന്ന നേരം ഇതൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രീകുട്ടനാണ് മിക്കതും എനിക്കിവിടെ തറ തുടച്ച് തരുന്ന ആള്. വൈകുന്നേരം തന്നെയാണ് നമ്മള് വീട്ടിലെ തറ തുടയ്ക്കാറുള്ളത് ട്ടോ. ഞാൻ ഈ പറഞ്ഞ പരാതി എന്റെ വീട്ടില് ഇപ്പൊ ഏതെങ്കിലും കാരണവശാൽ ശ്രീകുട്ടൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി പറയരുതല്ലോ. അത് കാരണം കൊണ്ട് ഞാൻ അവനെ ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഭാഗ്യനെ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും, ഭാഗ്യൻ അത് സംശീകരിച്ചെടുത്തില്ല എന്നുള്ളതും ഇപ്പൊ ഒരു പോരായ്മയായിട്ട് നമുക്ക് കാണാം. പക്ഷേ വേറെ എന്തെല്ലാം ഗുണങ്ങൾ അവർക്കുണ്ട്, അത് കണ്ട് നമുക്ക് സമാധാനിക്കാം അല്ലേ? അപ്പോ എന്നാലും ഞാൻ ഇതൊന്നും പൊട്ടകാരിയായിട്ട് പറഞ്ഞതല്ല ട്ടോ. ഭാഗ്യം വ്ലോഗ് കാണുമ്പോ ഇനിയിപ്പോ ചെയ്യില്ല എന്തായാലും. അവിടെ മുണ്ടൊന്നും അങ്ങനെ ഇട്ടിട്ട് പോവില്ല. ആള് വേഗം അതെടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ അങ്ങട് ഇട്ടോളും. അപ്പോ ശ്രീകുട്ടൻ തന്നെയാണ് എനിക്ക് അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ സഹായിച്ചിരുന്ന ആള്. ആളത് നല്ല രീതിയിൽ നല്ല വൃത്തിക്കും വെടുപ്പിനും ചെയ്തെടുക്കുകയും ചെയ്യൂട്ടോ. ഒരു വീട്ടില് ഇത്രയധികം പണികളുണ്ട് എന്ന് നമ്മളെ മക്കളെ അറിയിക്കുന്നത് നല്ല കാര്യല്ലേ? അവര് നമ്മുടെ കൂടെ കൂടുമ്പോ ഈ സ്ക്രീൻ ടൈമും കുറയും. മാത്രല്ല അവർക്ക് ഒരു നമ്മളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ആ ടൈം കൂടുതൽ കിട്ടുകയും ചെയ്യും. നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് വീട് വൃത്തിക്കും വെടുപ്പിനും കിടക്കുള്ളൂ എന്നുള്ള അവര് മനസ്സിലാക്കുകയും ചെയ്യും. ഈ കോൺട്രിബ്യൂഷൻ എന്താന്ന് പഠിക്കാനായിട്ട് പിള്ളേരെ നമ്മുടെ ജോലികളില് ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ വെറുതെ വോയിസ് ഓവർ കൊടുക്കല്ലേ, അപ്പൊ അതൊന്ന് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ ട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്താൽ മതി ട്ടോ. ഇതാണ് എൻ്റെ ഒരു വൈകുന്നേരത്തെ റുട്ടീൻ എന്ന് പറയുന്നത്. ഈ ഒരു തുടക്കലും പിന്നെ ശ്രീകുട്ടനുള്ള ഫുഡ് റെഡിയാക്കലും ഒക്കെ. ശ്രീകുട്ടൻ കണ്ട മുട്ടക്കൂട്ടാൻ എന്ന് കേട്ടപ്പോൾ തന്നെ ആള് പറഞ്ഞു, "എനിക്കിന്ന് ചോറ് വേണം അമ്മേ" എന്ന് പറഞ്ഞു. വന്നപ്പന്നെ സ്കൂളിൽ നിന്ന് വന്നപ്പന്നെ ചോറ് കഴിക്കും ആള്. ചോറല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ കാലത്ത് സ്നാക്സിലേക്ക് അവന് കൊടുത്തു വിടുന്ന സംഭവങ്ങൾ, ഇപ്പോൾ കൊഴുക്കട്ടയോ അടയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജ് റെസിപ്പീസോ മോമോസോ ഒക്കെ ആവും ഉണ്ടാവുക. വെജ് ആയിട്ടുള്ള എന്തെങ്കിലും ആവും ഉണ്ടാവുക. അത് 4 മണിക്ക് നിർബന്ധമായിട്ട് ഞാൻ കഴിപ്പിക്കും. കഴിയാൻ വേണ്ടിയിട്ടാണ്, ആ ഫുഡ് കഴിയാൻ വേണ്ടിയിട്ട്, വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിപ്പിക്കുന്നതിന്. വൈകുന്നേരം ആകുമ്പോൾ ചോറ് വാരി കൊടുക്കും ട്ടോ. ഞാനാണ് എപ്പോഴും ശ്രീകുട്ടന് ചോറ് വാരി കൊടുക്കുക. വൈകുന്നേരത്തെ ഫുഡ് അവന് ഞാൻ വാരി കൊടുക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര സംതൃപ്തമായിട്ടുള്ളൊരു ഫീല് തോന്നും. അങ്ങനെയാണ് ശ്രീകുട്ടൻ ഇച്ചിരിയെങ്കിലും തടിച്ചത്. എന്നോട് ചോദിക്കാറുണ്ട്, ശ്രീകുട്ടൻ പണ്ട് ഭയങ്കര വണ്ണം കുറഞ്ഞിട്ടല്ലായിരുന്നു ഇങ്ങനെയാ ശ്രീജയെന്ന്. നമ്മൾ വാരി കൊടുത്തിട്ടുണ്ടെങ്കിലേ അവർ അത്യാവശ്യം നല്ല രീതിയിൽ തടി വെച്ചോളും. കുഞ്ഞിന് പണ്ട് അങ്ങനെയായിരുന്നു, വാരി കൊടുക്കുമായിരുന്നു ചേച്ചി. പക്ഷേ ഇപ്പോൾ തന്നെ വാരി കഴിക്കുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ഞൊള്ളാടിയായിട്ടിരിക്കണതെന്നാണ് ചേച്ചി എൻ്റെ പരാതി പറയാറുള്ളത്. അങ്ങനെ നമ്മൾ എണ്ണ കുറച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി സെൽഫ് കെയർ ടൈമാണ് കേട്ടോ. അയ്യോ ഞാൻ പറയാൻ മറന്നു. ഇനി നമ്മൾ മാസത്തിലോ 2 മാസം കൂടുമ്പോഴൊക്കെ നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ പാക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കാലത്ത് എണീറ്റപ്പോൾ നമുക്ക് അത്ര വലിയ നല്ലൊരു മൂഡായിരുന്നില്ല എന്ന്. പക്ഷെ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ആ മൂഡ് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും പറയാറില്ലേ, നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണുള്ളതെന്ന്. അപ്പോൾ അതിങ്ങനെയൊക്കെ തന്നെയാണ് എൻഹാൻസ് ചെയ്യേണ്ടത് നമ്മൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് എണ്ണ ചൂടാക്കി, സാധാരണ വെളിച്ചെണ്ണയാണ് ഞാൻ തലയിൽ തേക്കുക. പിന്നെ ഏതെങ്കിലും നമുക്ക് പ്രൊമോഷന് വന്നിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉപയോഗിച്ച് തീർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പ്രൊമോഷന് വന്ന പ്രൊഡക്റ്റുകൾ ഇരിക്കണില്ല എണ്ണ വിഭാഗത്തിൽ. അപ്പം ഞാൻ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഇതുപോലെ തന്നെ ഫേസ് പാക്കുകൾ നമുക്ക് ഏതെങ്കിലും ബ്രാൻഡുകൾ അയച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ചേച്ചിക്കും അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ കൊടുത്തു വിടും. പിന്നെ അവിടെ കുരു വരുന്നൊരു പ്രശ്നമുള്ള കാരണം കൊണ്ടും എനിക്ക് ആ ഒരു പ്രശ്നം ഇല്ലാത്ത കാരണം കൊണ്ടും എനിക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ട്ടാ. പക്ഷേ മിക്കതും ഈ ആയുർവേദിക് പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ മുഖത്തിടാറുള്ളത്. പിന്നെ വിറ്റാമിൻ സിയും അതുപോലെ തന്നെ നയാസിനമൈഡ്സും മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. പിന്നെ ഒരുപാടങ്ങ് സ്റ്റെപ്പ് വൈസ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കൂടുമ്പോൾ സമയം കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഫുൾ ബോഡി പോളിഷിങ് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് ട്ടോ. ഇതിപ്പോൾ നമ്മുടെ മഞ്ചിഷ്ടയും അതുപോലെ തന്നെ രക്തചന്ദനത്തിൻ്റെ പൊടിയും പിന്നെ കസ്തൂരി മഞ്ഞളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പാക്കാണ്. അതിൽ നമ്മൾ തേനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് കുറച്ച് നേരം ഇട്ട് വയ്ക്കും. അതുപോലെ തന്നെ മുടിയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യും. അപ്പോൾ മുടി വളരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഒരു എക്സ്ഫോലിയേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിന്ന് ഇതുപോലെ തന്നെ പാക്കുകളൊക്കെ ഇടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തലയിൽ വരുന്ന ആ ഒരു എന്താ പറയുക, എന്നും ഓയിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റൂട്ടിലേക്ക് ഇറങ്ങി
ചെന്ന് നമ്മുടെ സ്കിന്നും സ്കാൽപ്പും ഒക്കെ നന്നായിട്ട് നരീഷ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഒരുപാട് വെളുക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ മുടി പനങ്കോല പോലെ വളരുന്നോ ഒന്നുമില്ല. ഇതൊക്കെ പണ്ടത്തെ മിത്തുകളും കാര്യങ്ങളാണ്. നമ്മൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ നമ്മുടെ സ്കിൻ കെയറിനെ കുറിച്ച്. പിന്നെ നമ്മൾ മൊത്തം ബോഡി നമ്മുടെ ഈ ഒരു പാക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബൊക്കെ ചെയ്ത് കൊടുക്കും. ഈ എക്സ്ഫോലിയേഷൻ നമ്മുടെ മുഖത്തിന് മാത്രം പോരല്ലോ, ഫുൾ ബോഡിക്കും വേണമല്ലോ. ഡെഡ് സ്കിൻസ് നന്നായിട്ട് എന്താ പറയുക, റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഈ ഒരു കുറച്ചും കൂടി ആയുർവേദിക് ടൈപ്പിലുള്ള നമ്മുടെ ഈ ഒരു പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്തോളൂ. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ആരും, അതായത് നമ്മുടെ ചുറ്റുമുള്ള ആരും നമ്മളെ സ്നേഹിക്കാനായിട്ട് വരില്ല. അത് കാരണം കൊണ്ട് കുറച്ച് സമയമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി കണ്ടെത്തണം. എന്നിട്ട് ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യണം. ഞാൻ നന്നായിട്ട് ഷാമ്പൂ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഷാമ്പൂ ഇട്ടാൽ മതി. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഷാമ്പൂ ഇട്ടിട്ട് മുടി കഴുകേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എന്തെങ്കിലും സ്പാ ക്രീമുകളോ അല്ലെങ്കിൽ നല്ലൊരു കണ്ടീഷണറോ ഉപയോഗിക്കാം. ഞാൻ സ്പാ ക്രീം ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ലല്ലെല്ലാം പാടി അവിടെ ഇരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ നെയിലൊക്കെ നന്നായിട്ട് കഴുകും, മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ചെയ്യും. ബോഡിയൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യും. അമ്മേ, മാളു എന്ന് വിളിക്കാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഞാൻ ബാത്റൂമിൽ കയറുമ്പോഴാണ്. അപ്പോൾ ആ സമയം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളെന്നും ഡെയിലി 10 മിനിറ്റൊക്കെ എടുത്തിട്ടാണ് കുളിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്ന ദിവസം ഒരു അരമണിക്കൂറും ഒരു 10, 30, 35 മിനിറ്റൊക്കെ എടുത്ത് നമ്മൾ അടിപൊളിയായിട്ട് കുളിച്ചിറങ്ങി വരുമ്പോൾ ഒരു ഹാവ് ഫീൽ നമുക്ക് കിട്ടും. നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള മൈൻഡ് കിട്ടും. അതുപോലെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഉള്ളിലേക്ക് കഴിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരുപാട് ഫ്രൂട്ട്സും ഹൈഡ്രേറ്റ് ചെയ്ത് നമ്മളെ വെക്കേണ്ടതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 30 കഴിയുമ്പോൾ നമ്മൾ പതുക്കെ സ്കിന്നൊക്കെ ലൂസാവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന കെയറിനോടൊപ്പം തന്നെ അകത്തുനിന്ന് അതിൻ്റെ 4 ഇരട്ടി കെയർ കൊടുത്താലാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട്, ഞാൻ ഇന്നലെ വ്ളോഗിൽ പറഞ്ഞില്ലേ നമ്മളിനി ഒരു തിരിച്ചുപോക്കില്ലാന്ന്. അപ്പോൾ കിട്ടുന്ന സമയം അത്രയും നമ്മളെ തന്നെ ഒന്ന് പരിപോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും സെറം പുരട്ടും, അത് കഴിഞ്ഞൊരു മോയ്സ്ചറൈസർ ഇടും, നല്ലൊരു ലിപ് ബാം ഇടും. ഞാൻ മിക്കതും നമ്മുടെ വാസ്ലിൻ ഏതെങ്കിലും ടിൻറ്റ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ കഴുകിയിട്ട നമ്മുടെ യൂണിഫോം മഴ കൊണ്ട് വീണ്ടും നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഇതാ അവിടെ വിരിച്ചിടാം. ശ്രീകുട്ടനും ഭാഗ്യനും ഫാനും എ സിയും ഇട്ടിട്ടാണ് കിടന്നുറങ്ങുക. അത് കാരണം തുടങ്ങിക്കോളും. എനിക്കാണ് ഈ 2 സാധനങ്ങളും പറ്റാത്തത് കേട്ടോ. എനിക്ക് ഫാനും പറ്റില്ല, എ സിയും പറ്റില്ല, ഒന്നും പറ്റില്ല. എനിക്ക് പുതച്ചും മൂടി കിടന്നുറങ്ങണം. അങ്ങനെ ഞങ്ങളുടെ പഠിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇനി ശ്രീകുട്ടൻ്റെ കൂടെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇത്തിരി നേരം പഠിക്കും. ശ്രീകുട്ടനൊരു ട്യൂഷനുണ്ട് കേട്ടോ ഇവിടെ അടുത്ത വീട്ടിൽ. അത് ഞാൻ എൻ്റെ മനസ്സമാധാനത്തിന് വിടുന്നതാണ് അവനെ ട്യൂഷന്. കാരണം കുറച്ച് നേരമെങ്കിലും അവിടെ ഇരുന്ന് എന്തെങ്കിലും വായിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും. പണ്ട് ശ്രീകുട്ടൻ്റെ കൂടെ ഇരുന്ന് പഠിക്കണമായിരുന്നു നമ്മൾ. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെ അങ്ങോട്ട് ഇരുന്നാൽ മതി. അപ്പോൾ എന്തെങ്കിലും ലൈബ്രറി ബുക്കൊക്കെ ആൾ എടുത്തിട്ട് വരും. അപ്പോൾ ഞാൻ അതിരുന്ന് വായിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആൾ നമ്മുടെ അടുത്ത് ചോദിക്കും, അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് പോകുന്നത്. ശ്രീകുട്ടൻ ഇവിടെ അല്ല കേട്ടോ, പഠനത്തിൻ്റെ സ്ഥലം മുകളിലാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അവിടേക്ക് ഈ ബാഗും വലിച്ച് കയറ്റിക്കൊണ്ട് പോകുമ്പോൾ സമയം വേസ്റ്റ് അല്ലേ. പിന്നെ ഒരാളല്ലേ ഉള്ളോ, ഇവിടെ ഇരുന്നാൽ മതിയല്ലോ. അത് കഴിയുമ്പോൾ അവൻ അവിടെ തന്നെ വൃത്തിയാക്കിയൊക്കെ ഇട്ടോളൂ എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ തന്നെയാണ് ഇരുന്ന് പഠിക്കാറുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു പഠന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സമയമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഏകദേശം പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ടാവും. ടൈം ടേബിളൊക്കെ നോക്കി വെക്കാൻ പറഞ്ഞ് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. നാളത്തേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 1, 2 പ്രൊമോഷൻസിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാനും അത് അവർക്ക് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ നാളത്തേക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ നാളെ എന്തെങ്കിലും എന്ത് കോണ്ടൻ്റാണ് ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. കുറേയൊക്കെ നടക്കും, കുറേയൊക്കെ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് വരുമ്പോൾ അത് അങ്ങോട്ട് പാളിപ്പോവാറൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അത് എഴുതി വെക്കുമ്പോൾ ഒരു സന്തോഷമാണ്, നാളെ ഇത് ചെയ്യണമല്ലോ എന്നുള്ള ഒരു 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 മോട്ടിവേഷനും കൂടിയാണ് കേട്ടോ. അങ്ങനെ നമുക്കിനി എഡിറ്റ് ചെയ്യാൻ പോവാം. ഇതാണ് എൻ്റെ എഡിറ്റിംഗ് റൂം എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് എഡിറ്റിംഗ് ഒക്കെ തുടങ്ങുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട 2 ഷോർട്സ്, അതായത് ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ട ഒരു ഷോർട്സ്, യൂട്യൂബിലേക്ക് വേണ്ട ഒരു ഷോർട്സ്, അതുപോലെ തന്നെ ഒരു ലോങ് വീഡിയോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ചുരുങ്ങിയതൊരു 2 മണി 2:30 ആവും ഉറങ്ങുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ. ഇന്നിപ്പോൾ കാലത്ത് തൊട്ടില്ല, ഈവനിങ് ടൈമിലാണ് കുറച്ചും കൂടെ ഞാൻ ബിസി ആവുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളിലൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. എല്ലാ വീട്ടിലും എല്ലാ അമ്മമാരും ഇതൊക്കെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് റെസ്പെക്ട് യുവർ മദർ, ലവ് യുവർ മദർ. ദിസ് ഈസ് എ ഹാപ്പി ഡേ ഫോർ മീ. അപ്പോൾ നമുക്ക് എന്താ ഇനി കുറച്ച് നേരം നമ്മുടേതായിട്ടുള്ള കുറച്ച് ബുക്ക് വായനയും കാര്യങ്ങളും ഒക്കെ ആവാമെന്ന് വിചാരിച്ചു. ശ്രീകുട്ടനും ഭാഗ്യനൊക്കെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങായിരുന്നു ഞാൻ ചെന്നപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഒരിക്കൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ബുക്കാണ്, നല്ലൊരു പ്രണയകഥ, നഷ്ടപ്രണയകഥ, മോഹൻ സാറിൻ്റെ. അപ്പോൾ അതങ്ങനെ വായിച്ച് 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 കിടന്നുറങ്ങും. ഒരു 10 പേജെങ്കിലും ഡെയിലി വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ വായിച്ച് കഴിയാറായി.
അങ്ങനെ ഒരു ദിവസത്തിന്റെ അവസാനത്തിൽ ഒരു ഒരു സുഖം ഉണ്ടാവില്ലേ? നമുക്ക് എന്തൊക്കെയോ ചെയ്ത് തീർത്ത ഒരു സുഖം. ആ സുഖത്തിൽ അങ്ങനെ കിടന്നുറങ്ങണം. അങ്ങനെ ആ ബുക്കും വായിച്ച് കിടന്നുറങ്ങിപ്പോണം. ഇതാണ് എന്റെ ഡെയിലി റുട്ടീൻ എന്ന് പറയണത് ട്ടോ. ഇതില് കുറേ കാര്യങ്ങളൊന്നും നമ്മുടെ ആ ബോഡി സ്ക്രബും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റേതായ രീതിക്കും ഉറക്കും അങ്ങനെ പോവും. അങ്ങനെ നീണ്ട ആഴത്തിലുള്ള ഉറക്കത്തിന് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ലോഗിൽ നമുക്ക് ഇതിലും പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.